മണാലിയിലെ മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിനോദയാത്രയ്ക്കായി പോയി തിരുവനന്തപുരം വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് കേന്ദ്രമന്ത്രിയുടെ സഹായം തുണയായത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് 20 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെയാണ് ജന്മനാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ചത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ 3ാം വർഷ ബികോം, 2ാം വർഷ എംകോം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 51 പേർ ഡൽഹി, മണാലി എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര പോയത്. 28-ന് മണാലിയിലെത്തിയ ഇവർ മഞ്ഞുവീഴ്ചയെ തുടർന്ന് 20 മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ മാസം 2-ാം തീയതി ഡൽഹിയിലെത്തുകയുമായിരുന്നു. മടങ്ങാൻ റെയിൽവേ ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഡൽഹിയിൽ വീണ്ടും കുടുങ്ങുന്ന അവസ്ഥയും എത്തി. ഇവിടെ കുടുങ്ങിയവരെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത്. നാട്ടിലെത്തിയ അധ്യാപകർ ഉൾപ്പെടെ സംഘം കേന്ദ്രമന്ത്രിക്ക് നന്ദി അറിയിച്ചു. പക്ഷേ നമുക്ക് ഈ പ്രശ്നം വന്നത് ഈ ബ്ലോക്ക് വന്നപ്പോഴും നമ്മൾ സ്ട്രക്കായി പോയി, നമ്മുടെ ടിക്കറ്റ് പോയി. അപ്പോൾ ഇതെങ്ങനെ എത്തുമെന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, എങ്ങനെ ഇവിടെ എത്തിക്കുമെന്നുള്ളത്. അപ്പോൾ ഡൽഹി വരെ എത്തി, പക്ഷേ ഡൽഹിക്ക് ശേഷം നമുക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആക്കി കിട്ടാൻ നമ്മൾ പല സ്ഥലത്തും നോക്കി, അപ്പോൾ സ്റ്റേഷനിൽ പോയി നോക്കി, അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ അപ്പോഴാണ് ഇദ്ദേഹം ഇടപെട്ടിട്ട് 2 കാൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറാക്കി കിട്ടി. ശരിക്കും സുരേഷ് ഗോപി സാറിന് വളരെയധികം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം കുടുങ്ങിയ വിവരം BJP തിരുവനന്തപുരം ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് R. രാജീവിന്റെ ഇടപെടലോടെയാണ് സുരേഷ് ഗോപി അറിയിച്ചത്. സുരക്ഷിതമായി നാട്ടിലെത്തിയ വിദ്യാർത്ഥികളും ഹാപ്പി. ആ സമയത്ത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. റേഞ്ച് കിട്ടിയ സമയത്ത് വീട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ വെച്ച് അങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത്. അതേ സന്തോഷം എല്ലാവരും പാരൻസിലെത്തിയതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അടക്കം റെയിൽവേ റിസർവേഷൻ ടിക്കറ്റ് അനുവദിക്കുകയും കേരള എക്സ്പ്രസിൽ അവർ കേരളത്തിലേക്ക് മടങ്ങുകയുമായിരുന്നു. 15 വിദ്യാർത്ഥികളും അധ്യാപകരും കഴിഞ്ഞ ദിവസം വിമാനത്തിലും എത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.